അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അന്ത്യവിധിയുമായിട്ട് വരണതാണ്. ഇതിപ്പോൾ തനത് വിധി പോലെ വന്നിരിക്കുക, ഓൺ ദി സ്പോട്ടിലാണ് ജഡ്ജ്മെൻറ്റ്. ഇവിടെ കർത്താവ് അന്ത്യവിധിയാളനായി തന്നെയാണ് നിൽക്കുന്നത്. പണ്ട് സഭാപിതാക്കന്മാർ പറയുമായിരുന്നേ, കുരിശ് കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ കുരിശ് കർത്താവിൻ്റെ സിംഹാസനമാണ്, രാജാവിൻ്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ജീസസ്, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ്, യുദയോരും, യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ. അപ്പോൾ ആ രാജാവിൻ്റെ കുരിശ് സിംഹാസനം എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. സഭാപിതാക്കന്മാർ പറയവേ, ചെങ്കോല് കുരിശ് തറക്കപ്പെട്ട ആണികളും പിടിച്ചുകൊണ്ടാണ് കർത്താവ് വിധി നടത്തുന്നതെന്ന്. അപ്പം അവിടെയും കർത്താവ് പണ്ട് പറഞ്ഞിട്ടില്ലേ, രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവീൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവീൻ. അപ്പോൾ അവിടെയും ഇടതുവശവും വലതുവശവും ഉണ്ട്. മത്തായി 25:41. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി. അപ്പൊ ഈ ഇടതുവശത്തുള്ള കള്ളനോട് പറയാനുള്ള കാര്യങ്ങള് നേരത്തെ പറഞ്ഞു ഈശോ. ഇപ്പം മിണ്ടണില്ല. നേരത്തെ പറഞ്ഞ് ശപിക്കപ്പെട്ടവരെ. എന്താ കാര്യം? അവിടെ ഈവൻ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ വലതുവശത്തുള്ള ആള് തിരിച്ചറിഞ്ഞില്ല എങ്കിലും ആ സാധ്യതയെ അംഗീകരിച്ചു, പിന്നീട് അത് സമ്മതിച്ചു. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അയാളൊരു തുറവിയുണ്ടായിരുന്ന വിഷയം. ഇവിടെ ഒരു പ്രശ്നത്തിൽ വെച്ചാൽ നമ്മൾ എത്തിക്സിലാണ് തുടങ്ങിയത്. ഇടതുവശത്തെ കള്ളൻ ലീഗൽ പോയിൻ്റാണ് പറയണത്, എനിക്ക് പ്രൂഫൊന്നും ഇല്ലെന്ന് പറയും. ലുക്ക 23:39. ഇത് ഇടതുവശത്തെ കള്ളന്റെ റെസ്പോൺസാണ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അയാളെ ക്രിസ്തുവാണെന്നുള്ള കാര്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയണത്. വലതുവശത്തെ കള്ളൻ അംഗീകരിച്ചു, പക്ഷേ ഇടതുവശത്തെ കള്ളനുള്ള ഉത്തരം കർത്താവ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് കർത്താവ് തൽക്കാലം മറുപടി പറയണില്ല.